ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിട്ടും പല നന്മകളും ലഭ്യമാകുന്നില്ല, പല മറുപടികളും ലഭിക്കുന്നില്ല എന്നുള്ളത് പലരുടെയും പരാതിയാണ്. എന്നാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവവചനത്തെ ശരിയായി ഗ്രഹിക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും കേൾക്കുന്ന ആലോചനകളും ചിന്തകളുമൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും വ്യാഖ്യാനത്തിൽ നിന്നും മാത്രമല്ല യഥാർത്ഥമായ ദൈവിക ഉദ്ദേശത്തിൽ നിന്നും വ്യത്യസ്തമായി തീരുമ്പോൾ അത് വേണ്ട വിധത്തിൽ നമുക്ക് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. പലരും പൊതുവെ പറയാറുള്ള കാര്യമാണ്, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിട്ടും പല നന്മകളും ലഭ്യമാകുന്നില്ല, പല മറുപടികളും ലഭിക്കുന്നില്ല എന്നുള്ളത് പലരുടെയും പരാതിയാണ്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലൂടെ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ദൈവാത്മാവ് എന്ത് നിഷ്കർഷിക്കുന്നു അതേ നിലയിൽ ദൈവവചനം ഗ്രഹിക്കുമ്പോഴാണ് അതിൻ്റെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വിവിധ വിഷയങ്ങളാണ് യേശു കർത്താവ് ശിഷ്യന്മാരുമായും തന്നെ അനുഗമിച്ച പ്രിയപ്പെട്ടവരുമായും സംസാരിച്ചത്. പരീശന്മാരുടെ ചില ചോദ്യങ്ങൾക്ക് യേശു അതിൽ ഉത്തരം പറയുന്നുണ്ട്. യഹൂദ പ്രമാണിയായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്ന അവനുമായി യേശു സംവദിക്കുന്നു. ശിശുക്കളെ അനുഗ്രഹിക്കുന്ന ചില ഭാഗങ്ങൾ ആ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? എന്നാൽ യേശു കർത്താവ് അവരുടെ ചോദ്യത്തിൻ്റെ ഉദ്ദേശ്യം മനസ്സിലാക്കിയതും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുകയാണ്, മോശ ന്യായപ്രമാണത്തിലൂടെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ കാരണങ്ങൾ നിരത്തുന്നുണ്ട്. എന്നാൽ ആ പ്രസ്താവനകളെയെല്ലാം യേശു തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ശരീരമായ ഭാര്യ ഭർത്തൃ ബന്ധത്തെ വേർതിരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവർ ന്യായപ്രമാണ സംബന്ധമായി മോശ അനുവദിച്ച സംബന്ധമായി ചില കാര്യങ്ങൾ നിരത്തിവെക്കുകയാണ്. അപ്പോൾ യേശു അവരോട് പറഞ്ഞ ഭാഗം അതിൻ്റെ 11-ാം അധ്യായത്തിൽ അവനവരോട്, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് യേശു കർത്താവ് ഒഴിഞ്ഞിരിക്കുന്ന പല വചന സൂക്തങ്ങൾക്കും അതിൻ്റേതായ നിലയിൽ അർത്ഥമുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് വരം പ്രാപിച്ചവർക്കല്ലാതെ അത് അതിൻ്റെ യഥാർത്ഥ നിലയിൽ ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ദൈവിക വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി നാം അത് പഠിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെയുള്ള ശക്തിയും ദൈവത്തിൻ്റെ കൃപയും നമ്മിൽ വെളിപ്പെടുന്നത്. യഥാർത്ഥമായ ദൈവവചനം അതിൻ്റെ നിലയിൽ പഠിക്കുവാനും അതിൽ നിന്ന് പ്രാപിക്കുവാനും ദൈവിക അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കുവാനും നമുക്കിടയായി തീരട്ടെ. അതിനായി